കരിമ്പുലി ഇരിക്കുന്ന പോലെ ഇരിക്കുന്നത്. നീ ഒന്ന് കയറി ഇരുന്ന് നോക്കി എങ്ങനെ ഉണ്ടെന്ന് നോക്കട്ടെ. എങ്ങനെയുണ്ട്? ഹായ്, 123 വ്ളോഗിൻ്റെ പുതിയൊരു ക്യാമ്പിംഗ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പുഴയിലേക്കാണ് പോകുന്നത്. അവിടെ ചെന്നിട്ട് ടെൻ്റ് ഉണ്ടാക്കണം. ടെൻ്റ് വെക്കാനുള്ള സ്ഥലം മെയിനായിട്ട് ഉണ്ടാക്കണം. അത് കഴിഞ്ഞ് മീൻ പിടിക്കണം, കുക്ക് ചെയ്യണം, അങ്ങനെ ധാരാളം പരിപാടികളുണ്ട്. അപ്പം എല്ലാവരും കാണുക, സപ്പോർട്ട് ചെയ്യുക. അങ്ങനെ ഞങ്ങൾ കാടും മലയും ഒക്കെ താണ്ടി തോട്ടപ്പുഴും ഉണ്ട് ഇഷ്ടം പോലെ. അതൊക്കെ കാലെന്ന് പറക്കിക്കളഞ്ഞ് കൊടും കാട്ടിൽ കൂടെ ചാടി ചാടി പോവാണ്. സംഭവം ഇത് പറമ്പാണ്, മൊത്തം പറമ്പുകളൊക്കെയാണ്. വെട്ടിത്തെളിക്കാറേ ഇല്ലെന്ന് മാത്രം. ഇതൊക്കെ കമുക കൊടി അങ്ങനെ പല പല ഐറ്റംസുകൾ. അങ്ങനെ ഞങ്ങൾ പുഴയുടെ അരികിലെത്തി. പുഴയുടെ അരികിൽ കൂടെ ഇങ്ങനെ നടക്കുവാണ്. ക്യാമ്പ് ചെയ്യാൻ ഒരു സ്ഥലം, നല്ല സ്ഥലം നോക്കി. ഇതുവരെ സ്ഥലം കണ്ടിട്ടില്ല. ഒരു സ്ഥലം കണ്ടുപിടിക്കണം. അങ്ങ് കാണുന്ന ആ പാറപ്പുറത്ത് നമ്മൾ ചെന്ന് എത്തണം. അതാ ഇച്ചിരി ഒരു നിരപ്പുള്ള ഒരു പാറയായിട്ട് കാണുന്നത്. വന്ന വഴിക്ക് നല്ല കിടിലൻ ചക്കപ്പഴം, കൂഴയാ. കാലിൻ്റെ വിരലിൻ്റെ ഇടയ്ക്കൊക്കെ തോട്ടപ്പുഴ കയറിയിരിക്കുക. കണ്ടാ? ഇഷ്ടം പോലെ തോട്ടപ്പുഴുള്ള സമയമായിരുന്നു. 3 ചെരുപ്പേക്കടെ പറഞ്ഞ് ഓടിപ്പോണം. നമ്മളിത് അങ്ങ് ആ മല ഇറങ്ങിയാണ് വന്നത്. ഇവിടെ ടെൻ്റ് അടിക്കാമെന്ന് ഓർത്തുകൊണ്ടാണ് ഇരിക്കുന്നത്. ഇവിടെ വിറകിന് ഒരു ക്ഷാമം. വിറക് ക്ഷാമം ഉണ്ടെങ്കിൽ വേറെ സ്ഥലത്തേക്ക് മാറിപ്പോകേണ്ടി വരും. നല്ല സ്ഥലങ്ങളാണ് കാണാൻ. വെയിൽ കാരണം ഞങ്ങൾ ഇവിടെ ഒരു തണലത്തൊരു പാറപ്പുറത്ത് കയറി നിൽപ്പാം. ടെൻ്റ് ഉണ്ടാക്കാനുള്ള പ്ലാനൊന്നുമില്ല. ടെൻ്റൊക്കെ നമുക്ക് ഇത് ഈ നിൽക്കുന്ന ഈറ്റ വെട്ടി ഉണ്ടാക്കാവുന്നുള്ളൂ. ആ പാറയിൽ ഉണ്ടാക്കാമെന്ന് ഓർത്തുകൊണ്ടായിരിക്കുന്നത്. ആകുമ്പോൾ അതേ കയത്തിൽ നിന്നും മീൻ പിടിക്കാം, ഈ കയത്തിൽ നിന്നും മീൻ പിടിക്കാം. രണ്ടിടത്തു നിന്നും മീൻപിടുത്തം നടക്കും. നമുക്ക് വിറക് വേണം, അടുത്തൊന്നും വിറകില്ല. അപ്പോൾ പുഴയുടെ അപ്പുറ സൈഡിലായിട്ട് കുറച്ച് വിറക് കിടപ്പുണ്ട്. അതുകൊണ്ട് പോവാണ് വിറകെടുക്കാൻ. എൻ്റെ ടെൻറ്റ് കെട്ടുന്നതിന് മുമ്പ് തന്നെ വിറകെടുത്ത് വെക്കാമെന്ന് വെച്ചു. അവിടുന്ന് ഉണ്ടോ? ഇതിലെ വിറകുണ്ട്, ഈ വസ്തു ഇല്ല വിറക്. സൂക്ഷിച്ചേ. ആ, ഞാൻ എടുത്തോളാം. ഇതേ പുഴയുടെ അവിടെ ഇച്ചിരി മീൻതീറ്റ ഇട്ടിട്ടുണ്ട്. ഇനി അവിടെ വല വീശണം. അതിന് മുമ്പ് വിറക് സംഘടിപ്പിച്ച് കഴിഞ്ഞു. ഇനി ഇവിടെ ടെൻറ്റ് പണിയണം. ടെൻറ്റ് പണിയാനുള്ള ഈറ്റയൊക്കെ റെഡിയാക്കിക്കൊണ്ട് ഇട്ടിരിക്കുന്നു. അങ്ങനെ ഞങ്ങൾ ടെൻറ്റ് നല്ല ക്ലീനായിട്ടുണ്ടാക്കി. അതൊക്കെ ക്ലിയറാക്കി അടച്ചു. ഒരു ജീവികളൊന്നും കയറുകയില്ല.
നല്ല സൂപ്പറായിട്ട് എടുത്തിട്ടുണ്ട്. ഇവിടെ ഭയങ്കര മഴയാണ് നമുക്ക് മാങ്കുളത്ത്. അതുകൊണ്ട് നമ്മൾ ഇപ്രാവശ്യം ഈറ്റയില മാറ്റിയിട്ട് പടുത മേടിച്ചു. പടുത കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് പെട്ടെന്ന് തീർന്നു പണി. ഇനി നമുക്ക് ഇവിടം കൊണ്ട് അടുപ്പുണ്ടാക്കാം. അടുപ്പുണ്ടാക്കിയിട്ട് മീൻ പിടിച്ചേക്കാം. അടുത്തൊന്നും ഇതുപോലെ തന്നെ കല്ലും ഇല്ലെന്നേ. ഇച്ചിരി അപ്പുറേന്ന് എടുത്തോണ്ട് വരണം. അടുപ്പ് കൂട്ടാനുള്ള കല്ലാണ്. സൂക്ഷിച്ചേ. ഈ പ്രാവശ്യം നമുക്ക് പെട്ടെന്ന് ഷെഡ് കെട്ടാൻ പറ്റി. പക്ഷേ കല്ലും വിറകിനും ഇച്ചിരി താമസം വന്നു. ഇച്ചിരി ദൂരെ പോകേണ്ടി വന്നു. പുള്ളി ശക്തിമാനാന്ന് കാണിക്കാൻ വേണ്ടി വലിയ കല്ലൊക്കെ ഒറ്റ കയ്യിലെടുത്തുകൊണ്ട് വരുന്നുണ്ട്. എന്താവോ. ഹായ്. എല്ലാ പ്രാവശ്യവും നമ്മുടെ നല്ല അടുപ്പായിരിക്കും കേട്ടോ. എനിക്ക് പാകത്തിനുള്ള അടുപ്പായിരിക്കും. അങ്ങനെ നമ്മുടെ അടുപ്പ് റെഡി ആയിട്ടുണ്ട്. ഉള്ള കല്ല് വെച്ച് ഒപ്പിച്ച്. അത് ടെൻറ്റിൻ്റെ നേരെ ഫ്രണ്ട് വശം തൊട്ടടുത്ത് തന്നെ. ആകുമ്പം ഭയങ്കര ചൂടാണ് ടെൻറ്റിൻ്റെ അകത്ത്. ഒരു രക്ഷയില്ല. കുറച്ച് കഴിയുമ്പോൾ തണുപ്പാവും. പിന്നെ പാറയ്ക്ക് നല്ല ചൂടാണ്. ഇനി മീൻ പിടുത്തം. നമുക്ക് കറി വയ്ക്കാൻ വേണ്ടി മീൻ കിട്ടുമെന്ന് നോക്കുവാണേ. മീനുണ്ടോയെന്ന് അറിയത്തില്ല. നമ്മൾ ആദ്യമായിട്ടാണ് ഇവിടെ വരണത്. വല വല കുടുങ്ങി പോരുന്നില്ല. നിഷ ഒന്ന് ഇറങ്ങാവടി. ആഴമൊന്ന് നോക്കി. കുത്തു നോക്കൂ, കുത്തു. ഇവിടെ ഈ സൈഡിൽ ഇത് കല്ലല്ലേ കാണുന്ന താഴെ? അതെ, കുത്തി നോക്കി. അത് കല്ല. ഇറങ്ങാവോ? എനിക്ക് ഇറങ്ങത്തില്ലല്ലോ. ഹാർട്ടിൻ്റെ പ്രശ്നമുള്ളതുകൊണ്ട് ശ്വാസം പിടിക്കത്തില്ലല്ലോ വെള്ളത്തിൻ്റെ അടിയിൽ നിന്ന്. അയ്യോ, പയ്യെ ഇറങ്ങ. ഈ വല അങ്ങോട്ടേ കല്ലിൻ്റെ വിടവിലെങ്ങാണ്ടാ പോയേക്കുന്നത്. അങ്ങോട്ട് തള്ളിയിട്ടേ അങ്ങോട്ട് തള്ളി ഇങ്ങ് എടുത്താൽ മതി. പേടിയുണ്ടോ? ഞാൻ ഇറങ്ങണോ? ഞാനും ഇറങ്ങി നിൽക്കാം സൈഡിൽ. ആദ്യം ഒന്ന് നോക്കിയേ എടുക്കാൻ പറ്റുമെന്ന്. ഒന്ന് മുങ്ങി നോക്കിയേ, അടി എത്തുമെന്ന് നോക്കിയേ. എങ്ങനെയുണ്ട്? അവിടെ നേരെ മുങ്ങിട്ടൊന്ന് വലയൊന്ന് നനക്കി നോക്കി. എവിടെയെങ്കിലും ഉടക്കി നിൽക്കുന്നതാണ്. ഉടക്കി നിൽക്കുമല്ലേ നന്നായിട്ട്? എന്നാൽ ഞാനും ഇറങ്ങി വരാം. ഞാൻ മൊബൈൽ ഇവിടെ വയ്ക്കട്ടെ. മൊബൈൽ ഇവിടെ വയ്ക്കാം. എന്നിട്ട് ഞാനും ഇറങ്ങി വരാം. എനിക്ക് ശ്വാസം പിടിക്കത്തില്ലല്ലോ. ഞങ്ങൾ വീശിയ വല ഇതേ കയത്തിൻ്റെ അടിയിൽ കല്ലിലുടക്കി ലാസ്റ്റ് നിഷ ഇറങ്ങി മുങ്ങി. ഇതേ നിൽക്കുന്ന പോലെ നിൽക്കുന്ന നനഞ്ഞ്. ഭയങ്കര താഴ്ചയായിരുന്നു. അത്ര മുങ്ങാറായില്ലാത്ത ഞാൻ ഇറങ്ങിയതാ.
നീന്തൽ അറിയാവുന്ന ഭാഗ്യമായി, അല്ലെങ്കിൽ ഇന്ന് വല പോയാനെ. എനിക്ക് എത്രയും ശ്വാസം പിടിച്ച് മുങ്ങാൻ പറ്റില്ലാത്തതുകൊണ്ടാണ്. കുറേ കഷ്ടപ്പെട്ടിട്ട് എടുക്കാൻ, കല്ലേ കുടുങ്ങി കിടക്കുമായിരുന്നു. വല തിരിച്ചു കിട്ടി. ഇനി അടുത്ത സ്ഥലത്ത് വീശണം. പിരിഞ്ഞില്ല അല്ലേ? പൊടിമീനുണ്ട്. ഇപ്പോൾ വീശയിൽ കുറച്ചുണ്ട്. നമ്മൾ കടവ് നോക്കണേ. നമ്മൾ ആ ഫസ്റ്റ് ടൈമാണ് ഇവിടെ വരണത്. അതുകൊണ്ട് ഇരുട്ടുന്നതിന് മുമ്പ് കടവ് കണ്ടുപിടിക്കാൻ ഒന്ന് വീശി നോക്കണതാണ്. അതാണ് ആദ്യത്തേതിലാണ് നമ്മൾ ഉടക്കിപ്പോയത്. അതിന് ഇവിടെ ഇപ്പോൾ കുഴപ്പമില്ല, ചെറിയ മീൻ കിട്ടിയിട്ടുണ്ട്. അതെന്നാ മീനെ? കണ്ടിട്ടില്ലാത്തൊരു മീന്. ആ അതെ, കണ്ടിട്ടില്ലാത്തൊരു മീന്. തലങ്ങും വിലങ്ങും മൊത്തം വീശിയിട്ട് കിട്ടിയ മീൻ ഇതാണ്. ഇച്ചിരിയേ ഉള്ളൂ. ഇനിയിപ്പോൾ രാത്രി വീശിയാൽ എങ്ങനെയാണെന്ന് അറിയാം. ഇനി ഒന്ന് കുളിക്കണം. മൊത്തം നനഞ്ഞു കുളിച്ച് വിറച്ച് നിൽക്കുന്നു. മൊത്തം സന്ധ്യ ആയിക്കൊണ്ടിരിക്കുക. നല്ല സന്ധ്യ ആയതോടുകൂടി നല്ല ഭംഗി കാണാൻ. ആകാശവും പുഴയും എല്ലാം. താഴത്തേക്ക് നോക്കിയാൽ ഇതാ ഇങ്ങനെ ഒരു വലിയ ഇല്ലുത്തുറുവാട്ടോ അത് നിൽക്കുന്നത്. ഈ നിൽക്കുന്ന പുല്ല് ഇത് മുറിച്ച് ആ അടിയിൽ പാവിരിക്കുന്നതിൻ്റെ അടിയിൽ ഇടുവാണെങ്കിൽ നല്ല ബെഡേ കിടക്കുന്ന പോലെ ഇരിക്കും. അതുകൊണ്ട് ഇത് കുറച്ച് മുറിച്ചിട്ടേക്കാന്ന് വെച്ച്. ഇവിടെ ഭയങ്കര തണുപ്പാണ് രാത്രിയിലെ. അതുകൊണ്ട് ഇതിട്ടാൽ ചൂട് കിട്ടുമെന്ന് പറയണം. ഈ പുല്ല് വിരിച്ചിട്ട് അതിൻ്റെ മുകളിൽ പായിട്ടാൽ ചൂട് കിട്ടുമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മളിതൊന്ന് പരീക്ഷിച്ച് നോക്കുവാണ്. എങ്ങനെയുണ്ടെന്ന് നോക്കാം. കുളിയൊക്കെ കഴിഞ്ഞ് വന്ന് ഭക്ഷണം പാചകം ചെയ്യാൻ വേണ്ടി തീയൊക്കെ പിടിപ്പിച്ച് പാത്രം വെച്ചു, വെള്ളം ചൂടാക്കാൻ വെച്ചു. ഇനി ടെൻറ്റിൻ്റെ അകത്ത് പുല്ല് വിരിക്കണം. ഇന്ന് നല്ല സൂപ്പർ ബെഡാണ് ഉണ്ടാക്കണത്. ഭയങ്കര തണുപ്പാന്ന് ഇവിടെ വൈകുന്നേരം ആകുമ്പം. ചൂടാവും എന്നൊക്കെ പറഞ്ഞ് വിരിക്കുന്നുണ്ട്. നാച്ചുറൽ ബെഡ്. എന്തായാലും കൊള്ളാം. നല്ല കട്ടിക്ക് വിരിച്ചിട്ടിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ പായ ഇട്ടിട്ട് കയറി ഇരിപ്പുണ്ട്. എങ്ങനെയുണ്ടെന്ന് അറിയാൻ വേണ്ടി. നോക്കട്ടെ. ഓ എന്താ പൊന്നെ, എന്നാ സുഖം. അതെയാ? പഞ്ഞിമത്തെ കിടക്കുന്ന പോലെ. ഇന്ന് കൂർക്കം പഠിച്ച് പോത്ത് കിടന്ന് ഉറങ്ങുന്ന പോലെ ഉറങ്ങുന്നു. ഉറങ്ങാനൊന്നും പറ്റത്തില്ല. ഉറങ്ങിപ്പോവും. അമ്മാതിരി നല്ല സുഖം. നീ ഒന്ന് കയറിയിരുന്ന് നോക്കി എങ്ങനെ ഉണ്ടെന്ന് നോക്കട്ടെ. എങ്ങനെയുണ്ട്? എങ്ങനെയുണ്ട്? നല്ലതാട്ടോ, നല്ല സുഖമുണ്ട്. നല്ല പഞ്ഞിമത്ത പോലെ ആയില്ലേ? ഒന്ന് പൊത്തുമില്ല, ഒന്നുമില്ല. ക്ലിയർ ആയിട്ട് അടച്ചു. ഇനി ഫ്രണ്ട് വശം മാത്രം അടയ്ക്കാനുള്ളൂ.
അത് അടയ്ക്കാനുള്ള സമയം നമുക്ക് കിട്ടിയില്ല. ഇത് കറി വയ്ക്കാനുള്ള മീൻ പിടിക്കാൻ വേണ്ടി ഒന്ന് വീശിയേ. അത് വീഡിയോ എടുക്കാൻ പറ്റിയില്ല, ഞാൻ അപ്പുറം നിൽക്കുമായിരുന്നു. ആ കണ്ട് ആ വലുതിനെ വിടല്ലേ, അതിവിടം വരെ വന്നു കിടക്കുള്ളൂ. മുഴുത്ത പരലും കല്ലേ മുട്ടികളും കിട്ടിയതാട്ടാ. കിട്ടിയത് മതി. നമുക്ക് ഇന്നത്തെ കുക്കിങ്ങിന് ആവശ്യമായിട്ടുള്ള മീൻ കിട്ടിയിട്ടുണ്ടോ? കുറേ പൊടിമീനാണെന്നേ ഉള്ളൂ. കുറച്ചത് മീൻ കിട്ടി, 1/2 കിലോ മിച്ചമുണ്ട്. അത് മതി ഇന്നത്തേക്ക്. പിന്നെ രാത്രിയിലൊന്ന് വീശി നോക്കും ഇടയ്ക്ക്, വലിയ മീൻ കിട്ടുമെന്നറിയാൻ വേണ്ടി. വലിയ മീൻ ചില സമയത്ത് കിട്ടാറുണ്ട്. ഇന്ന് കഞ്ഞിയാണ് ഉണ്ടാക്കുന്നത്, അരി ഇടുക. ഇന്ന് നല്ല ചൂടൻ കഞ്ഞിയും മീൻ വറുത്തതും. മീൻ വറുത്തതല്ല, പിന്നെ പുളിയില. മീൻ പുളിയില ഇട്ടതും. ഇന്ന് ഭക്ഷണം റെഡിയായി വരുമ്പോഴത്തേക്കും കുറച്ച് സമയമെടുക്കും. അതുകൊണ്ട് ഞങ്ങൾ ഒരു കാര്യം ചെയ്തു, കുറേ പച്ചക്കറിയും സാധനങ്ങളൊക്കെ കൊണ്ടുവന്നു. കുക്കുംബറും ക്യാരറ്റും മുന്തിരിയും വേണ്ട. അപ്പോൾ ഇടക്കാല ആശ്വാസമായിട്ട് അതങ്ങ് കഴിക്കുന്നു. തക്കാളിക്ക് എൻ്റെ സ്വന്തം തക്കാളിക്ക. വിശക്കാൻ പറഞ്ഞായിരുന്നു. എനിക്കും നന്നായിട്ട് വിശക്കുന്നുണ്ട്, പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല. ചോറും കറിയൊക്കെ ആകണമെങ്കിൽ ഇച്ചിരി താമസമുണ്ട്. ഇനി മീൻ വെട്ടണം. വല കുടുങ്ങിപ്പോയോടുകൂടി നമ്മുടെ എല്ലാ പ്ലാനുകളും താമസിച്ചു പോയി, തെറ്റിപ്പോയി. മീൻ തേക്കുവാണ് രാത്രിയിലത്തേനുള്ള. ഉണ്ട്, കുറച്ചേ നമ്മൾ എടുത്തോളൂ. ഇന്ന് നമ്മൾ പുളിയിലയാണ് ഉണ്ടാക്കണത്. മീൻ പുളിയില ചുട്ടത്. മീന് നല്ല അടിപൊളിയായിട്ട് തേച്ച് കുളിപ്പിച്ച്, ഫ്രഷ് മീനെ തേച്ച് കുളിപ്പിച്ചിങ്ങെടുത്ത് എന്നിട്ടിപ്പോൾ ചറപറ വെട്ടി കൂട്ടുന്നു. എനിക്കിത്ര സ്പീഡില്ല കേട്ടോ മീൻ വെട്ടാൻ. പുള്ളിക്ക് നല്ല എക്സ്പീരിയൻസാണ്. കുഞ്ഞിലേ മുതലേ കണ്ട് വെട്ടിപ്പടിച്ചത്, അതുകൊണ്ടാണ് തോന്നുന്നു ഇത്രയും സ്പീഡ്. കണ്ടോ, മീനെ നല്ല അടിപൊളിയായിട്ട് കുളിപ്പിച്ച് കുട്ടപ്പനാക്കി വെട്ടി റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി പുളിയില ഇടുന്നു. എന്നൊക്കെ അടി അരച്ചത്? ഇത് പുളിയില, കാന്താരി, ഉള്ളി, ഉപ്പ് നല്ലപോലെ അരക്കണം. വെള്ളം കൂട്ടാതെ നല്ലപോലെ അരച്ച് ഞാൻ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നു. ഒരിച്ചിരി ഉപ്പൂറവ് തോന്നണോ, നമുക്കൊരിച്ചിരി ഉപ്പിടാം. എന്നിട്ട് ഇച്ചിരി വെളിച്ചെണ്ണയും കൂടെ ഒഴിക്കണം. നിങ്ങളിങ്ങനെ കഴിച്ചിട്ടുണ്ടോ? ഞാൻ പുളിയില ചുട്ട് നമ്മൾ ഒരു തവണ വീട്ടിലുണ്ടാക്കിയിട്ടുണ്ട്. ഉണ്ടോ? ഞാൻ ഓർക്കുന്നില്ല. നേരത്തെയാ. അതെയാ? പുളിയില ചൂടാനുള്ള മസാല എല്ലാം വീട്ടിൽ നിന്ന് അരച്ച് കൊണ്ടുവരുക ചെയ്ത് കേട്ടോ. മീനിനെ മസാലയൊക്കെ പുരട്ടി നല്ല അടിപൊളിയാക്കി വെച്ചിട്ടുണ്ട് പുളിയില ചൂടാൻ വേണ്ടി. ഇനി അത്
സെറ്റ് ചെയ്യുവാണ്. എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നതെന്ന് എന്ന് എനിക്കറിയത്തില്ല. ചോറൊന്നും വാങ്ങട്ടെ. അതെല്ലാം നിഷയാണ് അതിൻ്റെ ആള്. സംഗതി മീനെല്ലാം അടിപൊളിയായിട്ട് പുളിയിലക്കകത്തേക്ക് പതിപ്പിക്കുന്നു. എന്നിട്ട് ഈ കല്ല വെച്ച് ചുട്ടെടുക്കും അല്ലേടി? അല്ലേ നിഷേന്ന് സംഗതി എടുത്ത് ചട്ടിക്കകത്താക്കിയിട്ടുണ്ട്. ഇന്ന് ഞങ്ങൾ ഭക്ഷണമൊക്കെ പാചകം ചെയ്ത് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും പാതിരാത്രി സമയമായി. ഇത് പുളിയില ചുട്ടത്, പിന്നെ പയറ് തോരൻ, നല്ല ചൂടൻ കഞ്ഞി. ഇതാണ് ഇന്നത്തെ ഞങ്ങളുടെ ഭക്ഷണം. സമയം നേടി, സമയം ഒന്ന് കാണിച്ച്. 10:59. 11 മണിയായി. അപ്പോൾ ഞങ്ങൾ ഇച്ചിരി ഭക്ഷണം കഴിക്കട്ടെ. നല്ല ചൂടൻ കഞ്ഞിയും പുളിയില ചുട്ടതും ഒന്ന് കഴിച്ച് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. അപാര ടേസ്റ്റ്. നല്ല കാന്താരിയുടെ എരിവും നല്ല പുളി ടേസ്റ്റും നല്ല ഫ്രഷ് മീനും കൂടെ ഇപ്പം അപാര ടേസ്റ്റ്. നല്ല നല്ല കിടിലൻ ടേസ്റ്റ് ആട്ടോ. ഈ പുഴയിലോ വീടിൻ്റെ പുറത്തോ എവിടെ വന്നിരുന്ന് ഭക്ഷണം ഉണ്ടാക്കിയാലോ അത് ഭയങ്കര ടേസ്റ്റാണ്. എന്നാന്ന് അറിയത്തില്ല അതിൻ്റെ ഗുട്ടൻസ്. അല്ലേ? ചോറൂണ് കഴിഞ്ഞത് നിഷ ചാടി അകത്ത് കയറി. എന്നാ നിഷേ? പിന്നെ 11 മണി 11:30 നിഷയ്ക്ക് നല്ല ഉറക്കം വരാൻ തുടങ്ങി. നിഷ ചാടി അകത്ത് കയറി. ഞാൻ പുറത്തിങ്ങനെ തീയൊക്കെ കാഞ്ഞിങ്ങനെ ഇരിക്കുന്നു. പിന്നെ ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക മറക്കരുത് കേട്ടോ. നിങ്ങളുടെ സപ്പോർട്ടാണ് ഞങ്ങളുടെ സന്തോഷം. അതെ, അത്യാവശ്യം നല്ല രീതിയിൽ ക്യാമ്പ് ഫയർ കിട്ടു. ഇനി കിടക്കുന്നതിന് മുമ്പ് പരിസരങ്ങൾ മുഴുവൻ ഒന്ന് ക്ലിയറായിട്ട് നോക്കണമല്ലോ. പരിസരങ്ങൾ മുഴുവൻ നോക്കുക, എന്തെങ്കിലും ജീവികളോ എന്തെങ്കിലും ഉണ്ടോ എന്ന്. ഇന്ന് ഇവിടെ വന്നിട്ട് മൃഗങ്ങളെ ഒന്നും കണ്ടില്ല കേട്ടോ. ചെറിയ മൃഗങ്ങളാണേലും ഒന്നും കണ്ടില്ല. ഈ പേക്കറും എന്നും പറഞ്ഞുകൊണ്ട് തവള മാത്രം വെള്ളം വയ്ക്കുന്നു നമുക്ക്. അപ്പോൾ എനിക്ക് നല്ല ഉറക്കം വന്നു തുടങ്ങി. ചുമ്മാ പറയണ ഉറങ്ങുമൊന്നുമില്ല, ഈ നടപ്പായിരിക്കും ഇതിലെ മൊത്തം. ഞാനാട്ടോ ഉറങ്ങണ ആള്. അതെ, എന്നാലും ഇന്ന് നല്ല ഉറക്കം വരുന്നുണ്ട് കേട്ടോ. എന്നാന്ന് അറിയത്തില്ല. പിന്നെ കിടക്കാനുള്ള സ്ഥലം നല്ല സുഖം, കിടക്കാൻ ബെഡ് പോലെ. നല്ല ചൂടും ഉണ്ട്. പുറത്ത് തണുപ്പായി, പക്ഷെ അകത്ത് കയറിയപ്പോൾ പുല്ലിൻ്റെ ഇതിന് നല്ല രസമാണ്. നല്ല ചൂടുമാണ് ഇതിൻ്റെ അകത്ത്. അപ്പം പയ്യൊന്ന് കിടന്ന് ഉറങ്ങിയിട്ട് നാളെ രാവിലെ കാണാം. രാവിലെ അല്ല, ഇടയ്ക്ക് മീൻ പിടിക്കാൻ പോകുന്നുണ്ട്. ഇടയ്ക്ക് ഞങ്ങൾ മീൻ പിടിക്കാൻ പോകും. ഇടയ്ക്ക് എഴുന്നേറ്റ് ഒരു 2 മണിക്കൂർ ഇടവിട്ട് ഒരു മീൻ പിടുത്തമുണ്ട്. അതൊക്കെ കഴിഞ്ഞ് രാവിലെ കാണാം അടുത്ത പരിപാടി. വലിയ മീൻ കിട്ടുവാണെങ്കിൽ കാണിച്ചു തരാം കേട്ടോ. കിട്ടിയില്ലെങ്കിൽ ഒന്നും പറയല്ലേ. കിടന്നാലേ
നമ്മൾ പിടിക്കുന്ന മീൻ മൊത്തം നമ്മൾ തന്നെയല്ലേ എടുക്കണേ. നമ്മുടെ വീടിൻ്റെ അടുത്ത് പ്രായമായ കാരണന്മാരുണ്ട് പുഴമീൻ ഇഷ്ടമുള്ള. അപ്പോൾ അവർക്ക് നമ്മൾ കൊണ്ടുപോയി കൊടുക്കുകയാണ് കേട്ടോ, നമ്മുടെ സ്നേഹത്തോടു കൂടി. പൈസയ്ക്കൊന്നുമല്ല, നമ്മുടെ ഒരു സന്തോഷം, അവർക്കുടെ ഒരു സ്നേഹം, അത്ര. രാത്രി ഇന്ന് കണ്ട ഏക മൃഗമാണ് മരപ്പട്ടി. കരിമ്പുലി ഇരിക്കുന്ന പോലെ ഇരിക്കുന്നത് സംഭവം മരപ്പട്ടിയാണ്. ഒരു പൊത്തിൻ്റെ അകത്ത് കയറിയിരിക്കുക. പൊത്തിൻ്റെ അകത്ത് നല്ല മുഴുത്ത മരപ്പട്ടിയാണ്. ഇറങ്ങി വാടാ തുരപ്പാ, പുഴയ്ക്ക് അക്കരയാണേ. പാതിരാത്രി പുറത്തെങ്ങനെയുണ്ട് വെട്ടവും വെളിച്ചമെന്നൊക്കെ അറിയാൻ വേണ്ടി നോക്കിക്കഴിഞ്ഞപ്പോഴാണ് മരപ്പട്ടീനെ കാണുന്നത്. സമയം എന്നാണെന്നറിയോ? ഒന്ന് ഞെക്കിക്ക്, സമയം ഒന്ന് ഞെക്കിക്ക്. ഉണ്ടോ? 1:42. ആ സമയത്താണ് ആ മരപ്പട്ടി അക്കരെ വന്നത്. മീൻപിടുത്തമൊക്കെ കഴിഞ്ഞ് കിടന്നുകൊണ്ട് നല്ല ഉറക്കമായിരുന്നു. നേരം വെളുത്തത് അറിഞ്ഞില്ല. പരപരാ നേരം വെളുത്ത്, കിളികളെല്ലാം വലിയ ബഹളം. നിഷ നല്ല ഉറക്കമാണ്. നിഷേ ഗുഡ് മോർണിംഗ്. നേരം വെളുത്ത് മൊത്തത്തിൽ നോക്കിയാൽ നല്ല മഞ്ഞുണ്ട്, അത്യാവശ്യം നല്ല മഞ്ഞുണ്ട്. ഗുഡ് മോർണിംഗ്. കത്തിക്കണ്ടെന്നേ, കത്തിക്കണ്ട, അതിൻ്റെ അകത്തേക്ക് ചായ വെച്ചാൽ മതി. രാവിലെ ഒരു കട്ടൻ ചായ കുടിച്ചാലേ ഒരു സുഖം ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് ഒരു കട്ടൻ ചായയൊക്കെ അങ്ങ് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. തിളച്ചു വന്നു. എൻ്റെ അമ്മോ, പൊള്ളിപ്പോയി കഴിയാൻ. നേരം വെളുത്ത് ചായയൊക്കെ ഇട്ട് കഴിഞ്ഞപ്പോൾ ഇന്നലത്തെ കഞ്ഞി ഇച്ചിരി മിച്ചം വന്നിട്ടുണ്ടായിരുന്നേ, കുറച്ച്. അത് ദേ ചൂടാക്കാന്ന് പറഞ്ഞതിന് ഒരാൾ ഓടിപ്പോയി ഇന്ന് പല്ല് തേക്കുന്നുണ്ട്. കഴിക്കാനുള്ള ഒരു ഉത്സാഹമേ, അല്ലെങ്കിൽ കളഞ്ഞിട്ട് പോകണ്ടേ. പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ചിരുന്നു കട്ടൻ ചായ കൂടി. ഇതാട്ടോ നമുക്ക് മൊത്തത്തിൽ കിട്ടിയ മീൻ. ഇന്നലെ രാത്രി കിട്ടിയത് ഒരു 2.5 കിലോ മീൻ കാണും. ഒരു 2.5 കിലോ മീനേ ഉള്ളൂ. പിന്നെ ആ പൊടി മീൻ അത്ര വളരുള്ളൂ കേട്ടോ. ഒരു വിരലിൻ്റെ നീളം വരുള്ളൂ. അതായത് കല്ലേമുട്ടിയും പരലും അതാ. ഇത് നാടൻ പരലാണ്, അത്രച്ചേ വളരുള്ളൂ. കല്ലേമുട്ടി അത്രയും തന്നെ വളരുള്ളൂ. കഞ്ഞിയൊക്കെ ചൂടാക്കിക്കൊണ്ടിരിക്കുമ്പോൾ ആ മരത്തെ കൂടെ ഒരാശാമനുണ്ട്. ഉണ്ടോ മലയണ്ണ ഉടനെ ഓടിപ്പോവുക. മലയണ്ണാൻ പോണ പോക്ക് കണ്ടോ? പോണു ആ കാട്ടിൻ്റെ അകത്തൂടെ. രാവിലെ കുറച്ച് ചോറ് മിച്ചം വന്നു. അത് കഞ്ഞി, അത് തന്നെ പഴങ്കഞ്ഞിയായിട്ട്. പിന്നെ ഒരു ഇച്ചിരി പുളിയില ചമ്മന്തി ഇരിപ്പുണ്ട്. അതും കൂടെ കൂട്ടി ഒറ്റ കഴിക്കല, കളയാൻ പറ്റില്ലല്ലോ. പുളിയില വിട്ടത് എന്നാണ് ഒരു സൂപ്പറാണ്. ഇവിടുന്ന് ഒരു 3-4 കിലോമീറ്ററോളം നടക്കണം വീട്ടിലേക്ക്. അതിനുള്ള ഒരു ആരോഗ്യം കിട്ടും. അങ്ങനെ ഞങ്ങൾ പാക്കിങ് തുടങ്ങി. ഓരോരോ സാധനങ്ങളായിട്ട് പാക്ക് ചെയ്ത് തുടങ്ങി. ഞങ്ങൾ വന്നത് അതിലേ നടന്ന് ഇങ്ങനെ വന്നു. അത് ദൂരം കൂടുതലായതുകൊണ്ട് ഇത്തവണ
ഇതിലെ താഴത്തേക്ക് പോകുന്നു. ഇതിലെ താഴത്തേക്കാകുമ്പോൾ എളുപ്പമുണ്ട്. ഒരു 1.5 കിലോമീറ്റർ നടന്നു കഴിഞ്ഞാൽ റോഡുണ്ട്. ഞങ്ങൾ ടെൻ്റ് ഇരുന്നിടം നല്ല ക്ലീനാക്കി ഒരു പ്ലാസ്റ്റിക്കോ ഒന്നും ഇടാതെ എല്ലാം പറക്കി എടുത്തിട്ടുണ്ട്. അതുപോലെ തീയൊക്കെ കെടുത്തിയിട്ടുണ്ട്. ഇനി പയ്യെ വീട്ടിലേക്ക് പോകുന്ന ഭാഗമാണ്. അപ്പോൾ ഞങ്ങൾ ഇന്നത്തെ ക്യാമ്പിംഗ് പരിപാടിയെല്ലാം കഴിഞ്ഞ് മീൻപിടുത്തം എല്ലാം കഴിഞ്ഞ് പയ്യെ വീട്ടിലേക്ക് പോകുന്ന ഭാഗമാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയറും ചെയ്യുക, കമൻ്റൊക്കെ ചെയ്യുക. കമൻ്റൊക്കെ ഞങ്ങൾ വായിക്കുന്നുണ്ട്, ഫുള്ളായിട്ട് ഞങ്ങൾ നോക്കുന്നുമുണ്ട്, മറുപടിയും കൊടുക്കുന്നുണ്ട്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ഉടനെ തന്നെ വീണ്ടും കാണാം. ടാറ്റാ.